പറയാനുള്ളത് ആരുടെയും മുഖത്ത് നോക്കി പറയുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അഖിൽമാരാർ ഇന്നലെ വന്ന ഒരു ലൈവ് ഉണ്ടായിരുന്നു, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിനകത്ത് കാണിക്കുന്ന ഊളത്തരവും തെമ്മാടിത്തരങ്ങളും, അതായത് വിളിച്ചു പറയാൻ കാണിച്ച ഒരു ആണത്തല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു നിലപാട് നമുക്ക് എത്ര അല്ലെന്നുണ്ടെങ്കിൽ എത്ര അഭിനന്ദിച്ചാലും മതിയാകത്തില്ല. നമുക്കെല്ലാവരും ശരിക്കും പറഞ്ഞാൽ എന്താണ് ഈ ഒരു ബിഗ് ബോസ് എന്നുള്ള പ്രോഗ്രാമിൽ കാണിക്കുന്നതെന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാര്യം ഇത്രയും ഒരു തരം താഴ്ന്ന ഒരു പ്രോഗ്രാം എന്താണ് വെറും ഒരു പൈസയ്ക്ക് വേണ്ടി മാത്രം അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ടുള്ള ഒരു പ്രോഗ്രാം ശരിക്കും പറഞ്ഞാൽ അംഗീകരിക്കാൻ പോലും നമുക്ക് കഴിയാത്തൊരു പ്രോഗ്രാമാണ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഏഷ്യാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം. കാര്യം അഖിൽമാരാർ എന്ന് പറഞ്ഞ ആളെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ബിഗ് ബോസ് സീസൺ 5 ടൈറ്റിൽ വിന്നറായിരുന്നു. എന്നിട്ടും അദ്ദേഹം വന്നിട്ട് ഈ ഒരു ബിഗ് ബോസിൽ നടക്കുന്ന നെറുകേടിനെ കുറിച്ച് പറയാൻ കാണിച്ചുള്ള ഒരു ആർജം ഉണ്ടല്ലോ, നമുക്ക് എടുത്തു പറയാതിരിക്കാൻ കഴിയത്തില്ല മച്ചാമാരെ. അത്രത്തോളം ആൾക്കാർ കേൾക്കാൻ കൊതിച്ചിരുന്ന ഓരോ വാക്കുകളാണ് അഖിൽമാരാരുടെ ആ ഒരു വായിൽ നിന്ന് വന്നത്. എന്തായാലും അഖിൽമാരാർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം, അതിനുശേഷം നമുക്ക് ബാക്കി വീട്ടിലേക്ക് കിടക്കാം. ഈ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കപ്പെട്ട സിബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഭ്രാന്തനാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഏഷ്യാനെറ്റിന്റെ തലപ്പത്തിരിക്കുന്ന ചില നാറികൾ നടത്തിയ നെറുകേടിനെതിരെ പറയാതിരിക്കാൻ ഞാൻ സിനിമ പൂർണ്ണമായിട്ടും വേണ്ടെന്ന് വെക്കും. ഞാൻ പൂർണ്ണമായും എന്റെ സിനിമയെ വേണ്ടെന്ന് വെക്കും. ഇവന്മാർ എന്നെ മാക്സിമം പോയി കഴിഞ്ഞാൽ തൊലിക്കാൻ പോകുന്നത് അഖിൽ സിനിമയിൽ നിൽക്കുന്ന ഒരാളാണ്, ഏഷ്യാനെറ്റുമായിട്ട് ബന്ധം വേണം, അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന ഈ 2 പേര് കേട്ടോ, അധികം ആൾക്കാരൊന്നുമില്ല, 2 പേരേ ഉള്ളൂ ഇതിന്റെ പിന്നിൽ. അല്ലാതെ ഏഷ്യാനെറ്റിന്റെ ഓൾ ഇന്ത്യ ബിസിനസ് ഹെഡ് എന്ന് പറയുന്ന കിഷൻ എന്ന് പറയുന്ന അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തിനോടൊക്കെയുള്ള വ്യക്തിപരമായിട്ടുള്ള സ്നേഹവും താല്പര്യവും കൊണ്ടാണ്, അതേപോലെ എന്റെ സുഹൃത്തുക്കൾ ധാരാളം പേര് അവിടെ ഉണ്ട്, അവരോടൊക്കെയുള്ള സ്നേഹം കൊണ്ടാണ് ഇവന്മാരുടെ ഈ 4 തരങ്ങൾക്കെതിരെ നമ്മൾ ഇത്രയും നാളും മിണ്ടാതിരുന്നത്. ഇതിൽ വന്നു പോയിട്ടുള്ള പല മത്സരാർത്ഥികൾക്കും ഈ സ്ത്രീകളെ ഇവന്മാർ ഉപയോഗിച്ചിട്ടുള്ള രീതികൾ, പല മത്സരാർത്ഥികൾക്കും പണം പറഞ്ഞിട്ട് ആ പണത്തിന്റെ കാശിന്റെ ഷെയർ വാങ്ങി പല മത്സരാർത്ഥികളെയും ബിഗ് ബോസിൽ കയറ്റിയതുൾപ്പെടെയുള്ള വിഷയങ്ങൾ, ഇത്തരം ഒരുപാട് നാറിയ പരിപാടികൾ ഇവരൊക്കെ കാണിച്ചിട്ടുണ്ടായതുകൊണ്ട് ഞാനിത് പിന്നെ ഏഷ്യാനെറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു കോൺട്രാക്ട് ഉണ്ടായിരുന്നു. ആ കോൺട്രാക്ടിനോടൊരു നീതി പുലർത്തണം. അതുകൊണ്ട് തന്നെ ഞാൻ ആ കോൺട്രാക്ടിനോട് നീതി പുലർത്തിയതിനു ശേഷം ഇപ്പോൾ ഇത് പറയാനുള്ളൊരു കാരണമെന്ന് പറയുന്നത്, ഞാൻ ഇന്നേ ദിവസമാണ് അറിയുന്നത് സിബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരിക്കലും ആ ഷോയിൽ നിന്ന് പുറത്തു പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നതല്ല. അവനെ ആ ഹൗസിനുള്ളിൽ വെച്ചിട്ട് മെന്റൽ അതായത് നമ്മൾ ഈ ഡിപ്രഷനും ബൈപ്പോളർ ഡിസീസിനും കൊടുക്കുന്ന ഡ്രഗ് ഇത്രയും കാലവും കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരനെ ഭ്രാന്തനാക്കി മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് ഈ ഡ്രഗ് കൊടുത്ത് അവനെ പുറത്താക്കണം എന്ന് അതിനുള്ളിലുള്ള ചിലർ പറഞ്ഞു എന്നുള്ളത്, ഞങ്ങളുടെ ഷോ 1 മുതൽ 5 വരെ സീസണിന്റെ ഷോ ഡയറക്ടറായിരുന്ന അർജുൻ എന്ന് പറയുന്ന മനുഷ്യൻ ഈ ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന ഒരു യാഥാർത്ഥ്യം കൂടി നിങ്ങൾ തിരിച്ചറിയണം. എന്തൊക്കെ വെളിപ്പെടുത്തലാണല്ലേ നമ്മുടെ അഖിൽമാരാർ നടത്തിയിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് പുറത്തുനിന്ന് ഒരാളാണെന്ന് പറയുന്നുണ്ടെങ്കിൽ പറയും പ്രോഗ്രാമിന് തകർക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള അനാവശ്യമായ പ്രചരണങ്ങളൊക്കെ കെട്ടിച്ചമച്ച് വിടുന്നതൊക്കെ പറയും. പക്ഷേ ഇത് പറഞ്ഞിരിക്കുന്നത് ബിഗ് ബോസ് സീസൺ 5 ടൈറ്റിൽ വിന്നറായിട്ടുള്ള അഖിൽമാരാർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയാകുമ്പം ഇവർക്ക് എന്ത് ന്യായീകരണമാണ് ഈ ഒരു ഇതിനെ നടത്താനുള്ളതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. കാര്യം അഖിൽമാരാർ പറഞ്ഞിട്ടില്ല, ഈ ഒരു പ്രോഗ്രാമിനകത്ത് പങ്കെടുക്കാൻ വേണ്ടി കൂടെ കിടക്കാൻ പോലും പെൺകുട്ടികൾ തയ്യാറാണ്. അത് മാത്രമല്ല ഓരോ ആൾക്കാരെയും ഇവർ ഈ ഒരു പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ അതായത് ഒരു കാര്യമില്ലാതെ കുറേ ആൾക്കാരെ കൊണ്ടുവരിക, റേറ്റ് കൂടുതൽ പറഞ്ഞുകൊണ്ടുവരിക, എന്നിട്ട് ഇതിൻ്റെ പൈസ അതായത് കൊടുക്കുന്ന പൈസ ഒരു ഷെയർ അതായത് ഒരു വീതം ഇവർ തന്നെ മേടിക്കുകയാണ്. ആര് ഈ പറഞ്ഞ 2 വ്യക്തികളെന്ന് മാത്രമേ എടുത്ത് പറയുള്ളൂ, അത് ആരാണെന്നും അഖിൽമാരാർ പറയുന്നില്ല. 2 വ്യക്തികളെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്തൊക്കെ നെറികേടുകളും അതേപോലെ എന്തൊക്കെ വൃത്തികേടുകളുമാണ് ഈ ഒരു പ്രോഗ്രാമിനെ സംബന്ധിച്ച് നടന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലേ. സെബിൻ എന്ന് പറഞ്ഞ ഈ ഒരു പയ്യൻ നമ്മുടെ ജാസ്മിൻ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയായിട്ട് എന്തോ ഒരു ആംഗ്യം കാണിച്ചു എന്ന് പറഞ്ഞാണ് നമ്മുടെ ലാലേട്ടൻ വന്നിട്ട് കാണിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ കാണിച്ചെന്ന് പറഞ്ഞ് ആ പയ്യൻ, അതായത് ഈ സെബിൻ എന്ന് പറഞ്ഞ ആളെ മാനസികമായിട്ട് ഹെർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ടായി. അത് മാത്രമല്ല അഖിൽമാരാർ പറഞ്ഞൊരു കാര്യം കേട്ടില്ലേ, ഡിപ്രഷന് കൊടുക്കുന്ന അല്ലെന്നുണ്ടെങ്കിൽ മാനസിക രോഗിക്ക് കൊടുക്കുന്ന ഗുളിക കൊടുക്കാൻ പോലും അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്ന മെഡിസിൻ കൊടുക്കാൻ പോലും തീരുമാനിച്ചിരുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മുടെ അഖിൽമാരാർ പറയുമ്പോൾ. ഇതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും എന്തൊക്കെ കുറ്റകൃത്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്രോഗ്രാമിനെ സംബന്ധിച്ച്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം സംബന്ധിച്ച് വേറെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ മെയിനായിട്ടൊരു ഒരു ഹാൾ ഈ ഒരു പ്രോഗ്രാമിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ വരെയാണ് നമ്മുടെ അഖിൽമാരാർ നടത്തിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലൂടെ കേൾക്കാം, അതിനുശേഷം ബാക്കിയുള്ള ചർച്ചകളിലേക്ക് വരാം. സാബുമോന്റെ കാര്യത്തിൽ ഇവർക്ക് പറ്റിയ അബദ്ധം എന്ന് പറയുന്നത് പേളിമാണി ജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഇവർക്ക് ഉറപ്പായിരുന്നു. അവസാന സമയത്ത് ചെറിയ വേരിയേഷന്റെ പുറത്ത് സാബു ജയിച്ചു എന്നത് ഒഴിച്ചാൽ ഇവർ ഒരിടത്തും പ്രതീക്ഷിച്ചിരുന്നില്ല സാബു ജയിക്കുമെന്നുള്ള കാര്യം. ഒരു സിനിമാ സംവിധായകനും സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ചർച്ച ചെയ്യപ്പെട്ടുള്ള ഒരാളുമായ അല്ലെങ്കിൽ പലവിധ ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളുമായ എനിക്ക് കിട്ടിയതിന്റെ 3 ഇരട്ടി ശമ്പളം കൊടുത്തു കയറിയ മത്സരാർത്ഥികൾ ഉണ്ട് കഴിഞ്ഞ സീസണിൽ.
ആരാണ് ഈ ശമ്പളം ഈ രീതിയിൽ അവർക്ക് കൊടുത്തത്? അതിന്റെ ഷെയർ വാങ്ങി സ്ത്രീകളെ സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട്, മത്സരാർത്ഥികളെ സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം നാറിയ പരിപാടികൾ കാണിക്കുന്ന അവന്മാരെ തുറന്നു കാണിക്കണം. അത് ഇമാതിരി പുഴുത്തു നാറിയ ഒരു ഷോ 50 ദിവസമായിട്ട് ഈ സമൂഹത്തിൽ ഈ ഷോ ഇത്രയേറെ നെഗറ്റീവായി പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴും മോഹൻലാലിനെ പോലും പറഞ്ഞു പറ്റിച്ച് ഇതെന്തോ മഹത്തരമാണെന്ന് കാണിച്ച് വീഡിയോ ഇട്ടേക്കാണ് 50ാമത്തെ ദിവസം. നാണം കെട്ട് ഞാൻ രാവിലെ പറഞ്ഞു, അതായത് ഈ വെറും പാപ്പരാസികളുടെ സ്വഭാവമുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ റീച്ചിന് വേണ്ടിയിട്ടും കാശിന് വേണ്ടിയിട്ടും ചെയ്യുന്ന ചില നാറിയ മാധ്യമ പ്രവർത്തകരുണ്ട്. ആരുടെയും അടിയിൽ ഒളിക്യാമറ കൊണ്ടുവച്ച് പകർത്തിയെടുക്കുന്ന വിഷ്വലുകൾക്ക് വലിയ പ്രാധാന്യമുണ്ടാവും. അത്തരം പ്രാധാന്യങ്ങളല്ല ബിഗ് ബോസ് പോലത്തെ ഒരു ഷോയിൽ കാണിക്കേണ്ടത്. സമൂഹത്തിന്റെ പ്രതിഫലനമാകണം ബിഗ് ബോസ് പോലത്തെ ഒരു ഷോ. അത് യവന്മാരുടെയൊക്കെ നാറിയ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പെണ്ണുങ്ങളെ കൂടെ വിളിച്ച് കടത്തിയിട്ട്, അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട്, അല്ലെങ്കിൽ മത്സരാർത്ഥികളെ കാശും മേടിച്ചിട്ട് അവരെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന നാരത്തരമാകരുത് ഒരു ഷോ. അതും പ്രേക്ഷകരുടെ വോട്ടെന്ന് പറഞ്ഞ് മുന്നോ നീയൊക്കെ എന്തോ കാണിച്ചോ? അപ്പൊ ഐഡിയ സ്റ്റാർ സിംഗർ നടക്കുന്നുണ്ടല്ലോ, ഡാൻസ് പ്രോഗ്രാമുകളുടെ റിയാലിറ്റി ഷോ നടക്കുന്നുണ്ടല്ലോ, അത് നിന്റെയൊക്കെ സ്വന്തം താല്പര്യത്തിന് നീയൊക്കെ തോന്നിയത് കണക്ക് ചെയ്തോ. പക്ഷെ പ്രേക്ഷകരാണെല്ലാം ഈ ജനങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ ഇട്ട് കൊടുക്കുന്നു. മറ്റേതാ മഴയാ കോടയാ മറ്റേതാ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെ ശനിയാഴ്ച ഞായറാഴ്ച പിടിച്ചു നിർത്തിയിട്ട് കേരളത്തിലെ മനുഷ്യരെ കോമാളിയാക്കുന്നു. ഇതൊക്കെയാണ് മച്ചാമാരെ നിലപാടെന്ന് പറയുന്നത്. ആണൊരുത്തന്റെ നിലപാട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ബിഗ് ബോസ് സീസൺ 5 ടൈറ്റിൽ വിന്നറായി വന്ന അഖിൽമാരാർ പറഞ്ഞ വാക്കുകളാണിത്. മനസ്സിലായില്ലേ? കാര്യം കൂടെ കിടന്ന് പ്രോഗ്രാമിൽ കയറിയവളുമാർ എന്താണ് കാശ് മേടിച്ചിട്ട്, അതായത് കിട്ടുന്ന കാശിൻ്റെ പങ്ക് പറ്റിക്കൊണ്ട് അവർക്ക് വേണ്ടി നിലകൊള്ളുന്ന കുറേ ഏഷ്യാനെറ്റിൻ്റെ കുറേ, അല്ലെന്നുണ്ടെങ്കിൽ ഈ ചാനലിൻ്റെ കുറേ ആൾക്കാരെ കുറിച്ചൊക്കെ പറയുന്ന ആ ഒരു കാര്യങ്ങൾ കേട്ടില്ലേ? ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് അടിവരയിട്ടാണ് അഖിൽമാരാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ വോട്ടിംഗ് എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടി മാത്രമാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇതൊക്കെ തീരുമാനിക്കുന്നതും ഇതിനെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അന്തിമമായി തീരുമാനിക്കുന്നതൊക്കെ ഇവരാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. നമ്മുടെ രജിത് കുമാറിൻ്റെ കാര്യം പറഞ്ഞാലും, സാബുവിൻ്റെ കാര്യം പറഞ്ഞാലും, അതിൻ്റെ റോബിൻ്റെ കാര്യം പറഞ്ഞാലും, എല്ലാവരും ഇവരെയൊക്കെ പുറത്താക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നവരാണ് കേരളത്തിൻ്റെ ഏഷ്യാൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾ എന്നാണ് അഖിൽമാരാർ പറയുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കിയോ കാര്യം? ഇവരുടെ സ്വാർത്ഥ താല്പര്യം, ഇവർ പറയുന്ന അനുസരിച്ച്, ഇവരെന്തൊക്കെ പറയുന്നു അതനുസരിച്ച് കേട്ടും കണ്ട് നിൽക്കുന്ന ആൾക്കാർ മാത്രം മതി ഈ ബിഗ് ബോസിൽ എന്നാണ് ഇവർ തീരുമാനിക്കുന്നത്. പക്ഷേ അതിനൊന്നും എന്നെ കിട്ടില്ല എന്ന് വ്യക്തമായിട്ട് വന്ന് പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ അഖിൽമാരാർ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊന്നും നിങ്ങൾ ഇനി എന്നെ എന്ത് പുണ്ണാക്ക് ചെയ്താലും, അല്ലെന്നുണ്ടെങ്കിൽ ഇനി എന്ത് പുണ്ണാക്ക് എന്നെ ചെയ്തത്, അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ സിനിമ വേണ്ടെന്ന് വെച്ചാലും ഞാൻ നിങ്ങൾ പറയുന്നത് കേൾക്കത്തില്ല. എനിക്ക് എൻ്റെതായിട്ടുള്ള തീരുമാനങ്ങളുണ്ട് എന്ന് പറയാൻ കാണിച്ചൊരു ആർജവം പറയാതിരിക്കാൻ കഴിയത്തില്ല മനുഷ്യന്മാരെ. ഒരു കയ്യടി നമ്മുടെ അഖിൽമാരാർ അർഹിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഏതായാലും ഈ സിബിനെ കുറിച്ച് പറഞ്ഞ കുറേ കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അതാണ് കാര്യം. ഒരാളെ നല്ല രീതിയിൽ ഗെയിം കളിക്കുമെന്ന് ഇവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അയാളെ പുറത്താക്കാൻ വേണ്ടിയുള്ള അടുത്ത കരുതീകളാണ് ഇവിടെ നടത്തുന്നതെന്നാണ് നമ്മുടെ അഖിൽമാരാർ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ മനുഷ്യനെ പറ്റിക്കുക എന്നാണ് ഇതിനൊക്കെ. അതായത് ഓരോ ആൾക്കാരും നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങളെ പറ്റിച്ചുകൊണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ആൾക്കാരെ കോമാളികയാക്കിക്കൊണ്ട് അവരാണ് പ്രേക്ഷകരാണെല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രേക്ഷകരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന യുവമാരുടെ ഈ നാരിത്തരം എല്ലാ ആൾക്കാരും മനസ്സിലാക്കണമെന്നാണ് ഞാനും പറയുന്നത്. വേറൊന്നും പറയാനില്ല. നല്ലൊരു വീഡിയോ വീണ്ടും പറയാം. സൈനിങ് ഓഫ്. നൗ സ്റ്റോക്സ്. ഗുഡ് ബൈ.